അറിയാവോ ഞാൻ എന്ന് കണ്ടിടിച്ചത് അറിയണത്? ഒരു 2 കൈയും അങ്ങനെ കിട്ടിയില്ലേ? കരി പോയ കണ്ടാട്ടോ. കുറച്ച് നല്ല നല്ല വീഡിയോസ് വരാണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അനിയൻ്റെ കയറി താമസം വരുന്നുണ്ട്. പിന്നെ മറ്റന്നാളാണ് പാല് കാച്ചൽ, ശനിയാഴ്ച. എന്താ വെച്ചാ കുളിക്കുക. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖല്ലേ? ഞാനിപ്പോൾ നീച്ച് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. സമയം നല്ലോണം വൈകിട്ട്. രാത്രിക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഉറങ്ങാനേ പറ്റണില്ല. രാത്രി അത്രയധികം ചൂട്. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മയും അച്ഛനും ഗൂഡല്ലൂർ പോവാണ്, ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ രാവിലെ നിങ്ങളും അച്ഛനും മാത്രം എന്തെങ്കിലും ചായയും കടി ഉണ്ടാക്കി കുടിച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നല്ലോണം നേരം വൈകിട്ട് നീക്കുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ നാത്തൂന് വന്നിട്ടുണ്ട് കേട്ടോ, അനിയൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളാക്കും പോലെ വെച്ച് ചോറും കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞാൻ പോയിക്കൊണ്ട് പറഞ്ഞു. അമ്മയൊക്കെ പോകാനും ഒരുങ്ങുന്നുണ്ട്. 1-8 മണീൻ്റെ ബസ്സിനാണ് പോണേ. അപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ ഒരു 7-7:45 ഉണ്ട്. കാരണം പുലർച്ചയ്ക്ക് ഒരു 4:30 ആയപ്പോൾ ജനൽ തുറന്നിട്ടതിന് ശേഷമാണ് ഉറങ്ങിയത്. എന്തൊരു കഷ്ടമാണോ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടാവും വരേണ്ടതിലും കണ്ടിട്ടുണ്ട്. അത്രയധികം ചൂട്, ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട്, രക്ഷയില്ല. ചേച്ചിക്കൊന്നും ഉറക്കില്ല രാത്രിക്ക്. ആയിക്കോട്ടെ പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ പോയില്ല കേട്ടോ, ഇന്നലെ കണ്ണൂർ പോയതാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടുനോക്കി. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ചുറ്റീനെ മീഡിയ എടുത്ത് തുടങ്ങുന്നതാണ്, ഫോണിൻ്റെ ക്യാമറ ഒന്ന് തുടച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പണികളുണ്ട് കേട്ടോ, അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് നിൽക്കണം എന്താണെന്ന് അറിയുങ്ങൾ, പിങ്കൂനെ വിട്ട് മുറ്റടിച്ചതിന് ശേഷം അലക്കട്ടെ. കുറച്ചധികം അലക്കാനുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു തൃപ്തി ഇട്ടിട്ടില്ല. ഞാൻ കുറേ കാലമായിട്ടിപ്പോൾ കല്ലുമ്മ തന്നെയാണ് അലക്കൽ. പിന്നെ പുതപ്പൊക്കെ മാത്രമേ വാഷിംഗ് മെഷീനിലിടുള്ളൂ. പിന്നെ പറ്റ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വാഷിംഗ് മെഷീനിലിട്ടുള്ളൂ. എന്നാലും മക്കളതൊന്നും ഇടലില്ല, അത് ഞാൻ കല്ലുമ്മ തന്നെ അലക്കലാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഫസ്റ്റ് പിങ്കുവിനെ വിട്ടതിന് ശേഷം പിന്നെ മുറ്റടിച്ചേരിയിട്ട് അലക്കിയിടട്ടെ. അലക്കി കുളിച്ചിട്ട് വേണം പിന്നെ അടുക്കളയിൽ കയറാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാത്തൂനെ പറഞ്ഞു ഒരു 8:30-10 മണിയായിട്ട് നീച്ചാൽ മതി, ഞാൻ പിങ്കുവിനെ വിട്ടാൽ കൂട്ട് കയറാം, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ല ഇങ്ങനെ കിടക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു പിങ്കുവിനെ ഞാൻ പുറത്ത് വിടുകയാണ്, അപ്പോൾ കൂട്ട് അറിയില്ലല്ലോ, അപ്പോൾ നീക്കേ വേണ്ട, ഞാൻ കൂട്ട് കയറ്റിയതിന് ശേഷം വിളിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്നും പോയോക്കണം, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ, ഇല്ലെങ്കിൽ പിന്നെ നീച്ചോട്ടെ, അങ്ങനെ ചെയ്യണം. കാരണം അതും അതെ, ഇന്നലെ രാത്രിക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കണ്ടോക്കി. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോ കേട്ടോ. ഇന്നലെ ഞാൻ അവിയലുണ്ടാക്കി കേട്ടോ. അവിയൽ വേണം, അവിയലുണ്ടാക്കി. അവിയലുണ്ടാക്കണമെന്നൊക്കെ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അവിയലുണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കഴിയട്ടെ. ഇന്നലെ ഞാൻ അതിനൊന്നും ഇല്ല. ഇന്നലെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറേ സമയമായി കിടന്നപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഒഴിച്ചു പോരാനുള്ള കാര്യങ്ങളൊക്കെ അതേപടിയാണ് വെച്ചു. ഈ അവിയലൊക്കെ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആകൂലേ കളറ്. കുറച്ച് അവിയൽ ബാക്കിയാണ്, അപ്പം ഇത് ഫ്രിഡ്ജിൽ കയറ്റട്ടെ കേട്ടോ.
ശേഷം പിന്നെ പാത്രങ്ങൾക്കൊന്നും വലിയൊരു തിളക്കല്ല കേട്ടോ. കാരണം കരി കൊണ്ട് പിച്ചാലേ ഇവിടെ ഉള്ളിലാകുമ്പോൾ പിന്നെ ആരും പ്രശ്നം വരുന്നില്ല. പുറത്താകുമ്പോൾ അങ്ങോട്ട് കരിയല്ലേ ഫുള്ളും. കൊണ്ടോണം മാറ്റി ചാക്കിട്ടിട്ട് എങ്ങനെ നമ്മളെ പുതിയ ഫാന് നമ്മള് മൂന്നാൾ ഇറങ്ങി. അമ്മയും കുഞ്ഞും ചുട്ടു ചേച്ചി ഇറങ്ങി. ചുട്ടിട്ടേ എന്തൊരു ചൂടായിരുന്നു. അമ്മ അമ്മ ഏറ്റവും ഇന്നലെ ഉറങ്ങാൻ നേരത്തെ വിളിച്ചോ? ഏറ്റവും ഇന്നലെ ഉറങ്ങാൻ നേരത്തെ വിളിച്ചോ? അപ്പൊ ഞാൻ ഉറങ്ങിയോ? ഞാൻ ഉറങ്ങിയോ? കുഞ്ഞു ഉറങ്ങി. സത്യമായിട്ടമ്മ ചോദിച്ചാല് എന്താണ് ഉറങ്ങി വന്നു.
വീഡിയോ ഉണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പയറൊക്കെ പൊടിച്ച് റെഡിയായി നിൽക്കുകയാണ്. പയർ ഞാൻ പൊടിച്ചതല്ല, അമ്മ പൊടിച്ചതാണ്. പയറുപ്പേരി ഉണ്ടാക്കണം, പിന്നെ മാങ്ങാട്ടൊരു ചമ്മന്തി അരയ്ക്കണം, പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അതും കറി വയ്ക്കണം. ഇന്ന് നാത്തൂന് പോകാനുണ്ട്, അപ്പോൾ കുറച്ച് ചോറ് കൊടുത്തിടണം. ഓളെ റൂമിൽ വേറൊരു ചിഞ്ചു പറഞ്ഞ കുട്ടിയുണ്ട്, അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ചോറ് കൊടുത്തിടണം. അപ്പോൾ ഒക്കെ എന്തായാലും മാങ്ങാ ചമ്മന്തി നിർബന്ധമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പയറുപ്പേരി വയ്ക്കാം. ഇത് ഞാൻ ചൂട് എല്ലാ വീഡിയോസിലും അതന്നെ എനിക്ക് പറയാനുള്ളൂ. ചൂട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല, മരണച്ചൂട്. പയർ മതി. ചിട്ടൊന്ന് പോവാണ്ട്. ചിട്ട് അറിയുമ്പോൾ നാത്തൂനെ, അവളെ പേര് നിധിച്ചാൽ ഞങ്ങൾ ചിട്ടു എന്ന് വിളിക്കും. അപ്പോൾ ഓളൊന്ന് പോവുകയാണ്. അപ്പോൾ ഒക്കെ ചോറ് കൊടുത്തു വിടണം, കുറച്ച് പൊരിച്ചോറായിട്ട് കൊടുത്തു വിടണം. ഓളെ റൂമിൽ വേറെ കുട്ടിയുണ്ട്, അപ്പോൾ അവർക്ക് രണ്ടാൾക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറ് കൊടുത്തു വിടണം. 12 മണി ആകുമ്പോൾ ഇടക്കരെ കൊണ്ടുപോയിട്ട് ബസ് കയറ്റി വിടണം. പെരിന്തൽമണ്ണ മൗലാനയിലാട്ടോ നേഴ്സായിട്ട് വർക്ക് ചെയ്യണേ. അപ്പോൾ 2 ദിവസമേ നിന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ചൂട് കാരണം ആ കുട്ടിക്ക് പോകണം തന്നെയാണ്. രക്ഷയില്ല ഗൈസ്, എന്തൊരു ചൂടാണോ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിരുന്നത് ഈ ഗൈസ് ഒന്ന് കുറയ്ക്കണം പറഞ്ഞേ. അപ്പോൾ ഞാൻ ഗൈസ് തുടങ്ങിയിട്ടേ ഉണ്ടല്ലോ, കാരണം ഈ ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കും പറയണ മാതിരി ഗൈസ് എന്നുള്ളൊരു വാക്കേ ഞാൻ ഉപയോഗിച്ചില്ല. പിന്നെ ഇവിടെ മക്കളൊക്കെ ഇങ്ങനെ പറയും ചിറ്റേ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഗൈസ് 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 അതെന്നെ വായിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞു പഠിച്ചത് കൊണ്ട് പെട്ടെന്ന് അതന്നെയാണ് ഇപ്പോൾ വായിൽ വരുന്നത്. പിന്നെ സിന്ധുമ്മ ഇവിടെ കരി ഇടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇടിക്കൽ മറന്നോ എന്ന് അറിയാൻ വേണ്ടി ഭാഗം ജസ്റ്റ് ഒന്ന് ഇടിച്ച് നോക്കിട്ടോ. അപ്പോൾ അതിനൊരു കുഞ്ഞു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരിയിട്ട് ഗൈസ് ചാണകം തയ്ക്കാൻ വേണ്ടിയിട്ട് കരിയാണേ, അരിയല്ല. അപ്പോൾ എന്താ ഗൈസ് എന്നുള്ളത് മാക്സിമം ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ട് മീൻസ് അറിയാതെ വരുന്നതാണ് കേട്ടോ. അതിപ്പോൾ അങ്ങനെ പറഞ്ഞു പഠിച്ചേ മതി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം, ഇന്നത്തെ കുറച്ച് വിശേഷം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കൻ കറി വയ്ക്കണമൊക്കെ ഒന്ന് കാണിക്കാം. പയർ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നല്ല അടിപൊളി ഫ്രഷ് പയർ ഇന്നലെ തങ്കച്ചീൻ്റെ വീട്ടിൽ പോയത്, അമ്മയും അച്ഛനൊക്കെ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തു. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഏകദേശം ഒന്ന് വേവായി വരുന്ന സമയത്ത്, ഏകദേശം അല്ല വാങ്ങാൻ ടൈമിൽ, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഇത്തിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുന്നത് ചിട്ടുവിനെ കൊണ്ടുപോയി ബസ്സൊക്കെ കയറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് എല്ലായിടത്തെ അവസ്ഥകൾ മക്കളെ. ചൂട് എന്ന് പറഞ്ഞാൽ ഈശ്വരാ എങ്ങനെയാണ് ചൂടേറ്റ് മരിക്കുക എന്നൊക്കെ മിക്കവാറും കാണും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ നിർത്തി സന്ധ്യ മരിച്ചു എന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കാണുക. എനിക്ക് എന്താ അറിയില്ല, ഓവർ ചൂടാണ്, സഹിക്കാനേ പറ്റണില്ല. ഇന്നിപ്പോൾ സിന്ധമ്മ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഓവറായിട്ട് ശരീരം ചൂടാവുമ്പോഴേ പിന്നെ ഇവിടെ ആയുർവേദ ആശുപത്രി പോയാലും മരുന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കണം. സിന്ധമ്മ കാണിച്ചിട്ട് മരുന്ന് കിട്ടിയതോ എന്തോ പറഞ്ഞു, ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല. അപ്പം അങ്ങനെ ചിക്കൻ കറി അടുപ്പത്തായിട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കണം, പിന്നെ ചമ്മന്തി അരക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. പണ്ട് പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനത് കാണിച്ചിരുന്നു, വീഡിയോ ആക്കിയിരുന്നു കേട്ടോ. ഒന്ന് ഇനിയിപ്പോൾ അതന്നെ കാണിക്കണ്ടല്ലോ. പിന്നെ ഓളിപ്പോൾ പറയുന്നുണ്ട് ചോറ് വേണ്ട ചേച്ചി, ഞങ്ങൾ ചോറ് അവിടെ വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. അവർക്ക് അവിടെ സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് വയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ദൂരം പോകുമ്പോൾ ചിലപ്പോൾ കേട് വന്നാലോ എന്നൊരു സംശയം. അപ്പം എന്നാൽ ചോറ് അവിടെ വയ്ക്കാം, പിന്നെ കറികൾ മാത്രം പാക്ക് ചെയ്ത് കൊടുത്തിട്ടാൽ മതിയല്ലോ. കേട് വരും ഉറപ്പാണ്, കാരണം അമ്മ അരി ചൂടല്ലേ. ചോറ് ഇവിടെയാണെങ്കിൽ രാവിലെ ഞങ്ങൾ 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് ചോറാവൂലേ. അപ്പോൾ കറികളൊക്കെ പിന്നെ ഇപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കണേ. അപ്പം ഇനി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇടയ്ക്കരെ കൊണ്ടുപോയി ബസ് കയറ്റി വിടണം. അപ്പോൾ കറികൾ മാത്രം മതിയല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. കേട് വരും, കാരണം അമ്മ അരി ചൂടാണ് ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ പിന്നെ വെറുതെ കഷ്ടപ്പെട്ട് അത്രയും ദൂരം ഏറ്റിയിട്ട് പിന്നെ അവിടെ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ കറികൾ മാത്രം കൊടുത്തിട്ടാൽ പിന്നെ ചോറോ അല്ല അവിടെ വെച്ചോളൂ. പിന്നെ കുറച്ച് നല്ല നല്ല വീഡിയോസ് വരാണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അനിയൻ്റെ കയറി താമസം വരുന്നുണ്ട്. പിന്നെ മറ്റന്നാളാണ് പാല് കാച്ചൽ, ശനിയാഴ്ച. എന്താ വെച്ചാൽ അച്ഛപ്പോൾ കടയിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ കയറി താമസം 17-ാം തീയതി, പിന്നെ ബുധനാഴ്ച അല്ല കയറി താമസം 17-ാം തീയതി ഫംഗ്ഷൻ.
മറ്റന്നാളാണ് പാല് കാച്ചിൽ. അപ്പോൾ ആ വീഡിയോസൊക്കെ എന്തായാലും ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു പ്രൊമോഷൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലോ, അപ്പോൾ അതെന്തായാലും മിക്കവാറും ശനിയാഴ്ച പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല വീഡിയോസൊക്കെ വരാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കുളിക്കുക. എന്ത് ഇതൊക്കെ അറിയാവോ? ഞാൻ എന്ന് കണ്ടിടിച്ചത് അറിയുന്നത്. രണ്ട് കൈയും ഇങ്ങനെ രീതിയില്ലേ മക്കളൊക്കെ അരി പോയ കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനെ പോയാലോ? പണ്ടൊക്കെ അരി പിടിച്ചിരുന്നു, ഇപ്പൊ ആർക്കതിന് പോയി. ചേച്ചിയൊന്നും പറയേ, അരിടിച്ച് പുട്ടുണ്ടാക്കിക്കോ. അരിച്ച് പുട്ടുണ്ടാക്കാം. ചമ്മന്തി പറ്റിയില്ലേ? ചമ്മന്തി